ഹലോ മച്ചന്മാരെ. അപ്പം ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമായിരിക്കും അല്ലേ? അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗമുള്ള ഒരു സംഭവമായിട്ട് ഞാൻ വന്നത്, അതായത് നമ്മൾ പഠിച്ച് ഇനി റിവിഷൻ്റെ ടൈമിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ചാപ്റ്ററിനെ ഞാൻ എന്താക്കാണ് ഒന്ന് ചുരുക്കി അതിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ ഒരു ചുരുക്കി ഒരു കുടക്കിയിലായിട്ട് തരികയാണ്. അപ്പം എന്തൊക്കെയാണ് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്, ഏതൊക്കെ എങ്ങനെയാണ് ആ പ്രോബ്ലംസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ കുറച്ചൊരു ചുരുക്കിയിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ നമ്മൾ ആ ഒരു ചാപ്റ്ററിനെ അങ്ങ് എന്താക്കാണ് നമ്മുടെ കൈകളിലാക്കാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഒരു ഇതുവരെ പഠിക്കാത്ത ആൾക്കാരാണെങ്കിലും ഒരു ചുരുക്കിയിൽ എന്താക്കാം, ഒരൊറ്റ കുടക്കിയിൽ എന്താക്കാം നമുക്ക് ഈ ചാപ്റ്ററിനാക്കാം. അപ്പോൾ ഞാൻ എടുക്കാവുന്ന ചാപ്റ്റർ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ആണ്. സെക്കൻഡ് ടൈമിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പറയാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഇൻ്റഗ്രൽസ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അതിലും തന്നെ ഇമ്പോർട്ടൻറ്റ് വരുന്ന ചാപ്റ്ററാണ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. അപ്പം അതിൽ കോമൺ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള 3 കാര്യങ്ങളാണ്. ഫസ്റ്റ് കാര്യം എന്നുള്ളതാ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി, അതായത് ഒരു ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്, നമ്മുടെ വോളിയം, അതുപോലെ തന്നെ ഏരിയ പെരിമീറ്റർ, ഇതൊക്കെ എന്താണ് നമ്മുടെ ക്വാണ്ടിറ്റീസ് ആണ്. ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഏരിയ പെരിമീറ്റർ വോളിയം, ഇതൊക്കെ സംബന്ധിച്ച് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇതിലുണ്ടാകുന്ന ചേഞ്ച്, എങ്ങനെ ചേഞ്ച്, ഇതിലൊരു വേരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ച് ആ ഒരു ക്വാണ്ടിറ്റിക്ക് എന്താക്കും, ഒരു ചേഞ്ച് ഉണ്ടാക്കുമല്ലോ. ഇപ്പം നമ്മൾ ഉദാഹരണമായിട്ട് നമ്മുടെ സർക്കിളിൻ്റെ ഏരിയ ഞാൻ എന്ന് വിളിച്ചു, ദാറ്റ് ഇസ് πr² ആണ്. ആ ആറിനുണ്ടാക്കുന്ന ചേഞ്ച്, ആ ഒരു റേഡിയസ് ആറിനുണ്ടാകുന്ന ചേഞ്ച് എന്താകും, ആ ഒരു ഏരിയക്ക് ചേഞ്ച് ഉണ്ടാക്കും. അത് നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി യൂസ് ചെയ്യും. ഇതിനാണ് നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി യൂസ് ചെയ്യുന്നത്. ഇനി അതിൽ ചെറിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ രണ്ടാമത് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇന്റർവെൽ ആ ഫംഗ്ഷൻ എന്താവും, ഇൻക്രീസിങ് ആയി പോകും. പിന്നെ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ അത് ഡിക്രീസിങ് ആവും, അതുപോലെ തന്നെ പിന്നെ അത് ഇൻക്രീസിങ് ആവും. സോ നമുക്ക് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷനിൽ നമുക്ക് ഇന്റർവെൽസ് കണ്ടുപിടിക്കാനുണ്ട്, ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ആയ ഇന്റർവെൽസ് കണ്ടുപിടിക്കാനുണ്ട്. പിന്നെ ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് കണ്ടുപിടിക്കാനുണ്ട്, അതൊക്കെ കണ്ടുപിടിക്കാനുണ്ട്. പിന്നെ മൂന്നാമത് പഠിക്കാനുള്ള മാക്സിമ ആൻഡ് മിനിമ. മാക്സിമ ആൻഡ് മിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻക്രീസിങ് ഫംഗ്ഷൻ പഠിച്ചില്ലേ, അപ്പോൾ ഒരു ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്ത് ഒരു പോയിന്റിൽ എത്തുമ്പോൾ ടൈമിൽ അവിടെ നിന്നുണ്ടാവും ഒരു മാക്സിമം വാല്യൂ ഉണ്ടാവും. അതുപോലെ തന്നെ ഡിക്രീസ് ചെയ്ത് പോകുന്ന ടൈമിൽ അവിടെ നിന്നുണ്ടാവും ഒരു മിനിമം വാല്യൂ ഉണ്ടാവും. ആ മിനിമം വാല്യൂം ഒരു മാക്സിമം വാല്യൂം കണ്ടുപിടിക്കലാണ് നമുക്ക് മാക്സിമ ആൻഡ് മിനിമ ഫംഗ്ഷൻ, മാക്സിമ ആൻഡ് മിനിമ. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ പോവാം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി. മക്കളെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ, അതായത് ഒരു വേരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ച് ആ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ ഒരു ചേഞ്ച് ഉണ്ടാക്കും. ഞാൻ ഉദാഹരണം പറഞ്ഞ പോലെ നമ്മളെ സർക്കിളിൻ്റെ കേസ് ഞാൻ ഇതിൽ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ അധികം ക്വസ്റ്റ്യൻ വരിക ഒന്നെങ്കിൽ സർക്കിളിൻ്റെ കേസ്, അല്ലെങ്കിൽ എന്തായിരിക്കും റെക്ടാങ്കിളിൻ്റെ കേസ്. മോസ്റ്റ്ലി ആണ് എല്ലാ ക്വസ്റ്റ്യനും ഇത് മാത്രമേ വരുമെന്നെല്ലാം ചോദിക്കുന്നത്. മോസ്റ്റ്ലി ചോദിക്കാറ് സർക്കിളിൻ്റെ കേസും റെക്ടാങ്കിളിൻ്റെ കേസുമാണ്. സോ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ എടുത്ത് പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സംഭവം നമ്മൾ എന്താക്കണം, ഒരു കുടക്കിയിലാക്കാൻ. സോ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡയറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു റേഡിയസ്, അതായത് നമ്മൾ സർക്കിളിൻ്റെ കേസിൽ വിത്ത് റെസ്പെക്ട് ടു റേഡിയസിൽ ഡയറക്റ്റ് നമുക്ക് തരികയാണെങ്കിൽ നമുക്കൊന്നും പേടിക്കാനില്ല. എന്താക്കിയാൽ മതി, അതങ്ങ് ചെയ്താൽ മതി, ഒരു കാര്യം നമുക്ക് പേടിക്കണ്ട. ബട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, വിത്ത് റെസ്പെക്ട് ടു ടൈമിലാണ് തരുന്നതെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിച്ചോ, ഇങ്ങനെ ഒന്ന് മാറും. dA/dt ഈക്വൽ ടു dA/dr ഇൻറ്റു dr/dt. ഓർക്കണമെങ്കിൽ ഒന്നുമില്ല മക്കളെ, ഈ ഡി ആറും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ പിന്നെ എന്തെന്നെ വരും, dr/dt തന്നെ വരും. സോ dA/dr ഇൻറ്റു dr/dt ഇത് ഓർത്ത് വെച്ചോ. അതായത് നമുക്ക് ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസിൽ എന്താക്കുക, ഡെറിവേറ്റീവ് കാണാം. ഇനി dr/dt തരികയാണെങ്കിൽ അതെങ്ങനെ കിട്ടുക, അത് നമുക്ക് ഓൾറെഡി ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. കാരണം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് വിത്ത് റെസ്പെക്ട് ടു ടൈമിന് നമുക്ക് തന്നിട്ടായിരിക്കും നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പറ്റുക, dA/dt കാണാൻ പറയുക. അങ്ങനെയാണ് പൊതുവെ കൂടുതലും കാണാറ്. സോ ഈ ഒരു ഇക്വേഷൻ അന്നേരം നിങ്ങളെ മൈൻഡിൽ വെക്കണം. എന്താണ് ഇവിടെ റേഡിയസിലെല്ലാം തന്നതെന്ന് വെച്ചിട്ട് കൺഫ്യൂഷൻ ആകാൻ പാടില്ല. dA/dt ആണ് കാണേണ്ടത് വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ കണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷനാണ് dA/dr ഇൻറ്റു dr/dt. ഇനി അതുപോലെ തന്നെ കേസാണ് നമുക്ക് ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ തരികയാണെങ്കിൽ ഈ ഒരു കാര്യം dA/dt dx/dt ഇൻറ്റു y പ്ലസ് dy/dt ഇൻറ്റു x. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എന്താക്കുക, ഉറപ്പിച്ച് വെക്കുക. കാരണം ഈ റെക്ടാങ്കിളിൻ്റെ കേസിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വരുന്ന ടൈമിൽ വേറൊരു കാര്യം വരും, വിഡ്ത്ത് 4 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്താകുന്നു, ഇൻക്രീസിങ് ആവുന്നു. ഇൻക്രീസിങ് എന്ന് തന്നു കഴിഞ്ഞാൽ ഉറപ്പിച്ച മക്കളെ അതെന്താണ്, ആ വാല്യൂ പോസിറ്റീവ് ആയിരിക്കണം. ആ ഒരു ഇൻക്രീസിങ്ങിൻ്റെ പോസിറ്റീവ്, അതായത് എക്സിനെ ഞാനിപ്പോൾ എന്താക്കി ഒരു ലെങ്ത് ആക്കി എടുത്തെങ്കിൽ ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ സെക്കൻഡ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയാം. അപ്പം dx/dt ഇത്ര 5 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പം തരും dx/dt എന്താണ് അവിടെ 5 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. അതേപോലെ തന്നെ 4 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് വിഡ്ത്ത് എന്താകുന്നത്, ഡിക്രീസ് ചെയ്യുന്നു. ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു, വിഡ്ത്ത് ഡിക്രീസ് ചെയ്യുന്നു. ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, dy/dt ദാറ്റ് ഈസ്
4 cm/s. പക്ഷേ കഴിഞ്ഞില്ല, ഡിക്രീസിങ് ആണ്. സോ അതെന്തായിരിക്കും? മൈനസ് വാല്യൂ ആയിരിക്കും. ഈ കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഈ കാര്യം നിങ്ങൾ പിന്നെ നിങ്ങൾ കാണാൻ വരും x = ഇത്രയും y = ഇത്രയും ആകുമ്പോൾ ഏരിയയിൽ എന്താകുന്ന ചേഞ്ച് ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് കാണാൻ പറയും. സോ നിങ്ങൾ എന്താക്കി എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടാവും, ഡയറക്റ്റ് അപ്ലൈ ചെയ്യണം. സോ ഈ കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം. അതായത് ഇൻക്രീസിങ് ആണ് പ്ലസ്, ഡിക്രീസിങ് ആണ് മൈനസ്. ആ കാര്യം മനസ്സിൽ വെക്കണം. ഇതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ. അപ്പോൾ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷനിൽ ഞാൻ അധികം ഡീപ്പായിട്ടൊന്നും പോകുന്നില്ല. എന്നാലും ശരിക്കും ചെറിയ രീതിയിൽ പറയാം. ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതാ f(x) ആണിത്. ഇതെൻ്റെ f(x) ആണ്, ഇതെൻ്റെ x ആക്സിസ് ആണ്, ഇതെൻ്റെ y ആക്സിസ് ആണ്. അപ്പം ഈ ഫംഗ്ഷൻ ഇതാ ഈ f(x) എന്നാണ് ഫസ്റ്റ് ഇൻക്രീസിങ് ആണ്. ഏതോരിടത്ത് വന്നിട്ട് ഇൻക്രീസ് ആയിക്കൊണ്ടേ നിൽക്കണം. പക്ഷേ ഒരു പെർട്ടിക്കുലർ വാല്യൂവിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അവിടെ എന്തായിരിക്കും ഈ ഫംഗ്ഷൻ എന്താണ്? ഡിക്രീസിങ് ആയി. പിന്നെ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ പിന്നെ എന്തായി? ഇൻക്രീസിങ് ആയി. അപ്പോൾ ഇൻക്രീസിങ് ആയി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഇൻക്രീസിങ് ലെവലിൽ വന്നിട്ട് ഈ ഡിക്രീസിങ്ങിലാകുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റ് നമ്മൾ f(x) = 0 ആണെങ്കിൽ ദാറ്റ് ഈസ് എ ക്രിട്ടിക്കൽ പോയിന്റ്. ഓർത്ത് വെച്ചോളെ, ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? f(x) = 0 ആകുന്ന പോയിന്റ് ആണ് ക്രിട്ടിക്കൽ പോയിന്റ്. അത് മനസ്സിൽ വെച്ചോ. പിന്നെ വേറെ കാര്യം, ഇൻക്രീസിങ് ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോയിന്റ് ഡിക്രീസിങ് ലെവലിലേക്ക് പോകും. ആ ഒരു പോയിന്റിലാണ് f(x) = 0 ആകുന്നത്. അതായിരിക്കും ക്രിട്ടിക്കൽ പോയിന്റ്. കോൺസെപ്റ്റ് ആണ്, അത് കത്തിക്കില്ലെങ്കിലും f(x) = 0 ആകുന്ന പോയിന്റ് ആയിരിക്കണം ക്രിട്ടിക്കൽ പോയിന്റ്. അതേപോലെ തന്നെ ഇതാ ഈ ഡിക്രീസിങ് ആയിട്ട് പോയിട്ടില്ലേ, എന്നിട്ട് ഒരു ഇൻക്രീസിങ് ലെവലിലേക്ക് പോയില്ലേ, അവിടെ ഒരു f(x) ഉണ്ടാവും. ആ f(x) = 0 ആയിരിക്കും. അതെന്താണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓർത്തോ മക്കളെ, അതായത് ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ലെവലിൽ നിന്നും ഡിക്രീസിങ്ങിലാകുന്ന ഒരു പോയിന്റ്. ആ പോയിന്റിലായിരിക്കും നമ്മൾ മാക്സിമം മിനിമം ഒക്കെ അപ്ലൈ ചെയ്യുക. അതവിടെ നിൽക്കട്ടെ. ആ പോയിന്റാണ് മക്കളെ ക്രിട്ടിക്കൽ പോയിന്റ്. അവിടെ f(x) = 0 ആയിരിക്കണം. ഇനി ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്ന സംഭവത്തിന് കുറച്ച് ഡീറ്റെയിൽ ഞാൻ പറയാം. അതിൻ്റെ മുമ്പ് ഒരു കാര്യം നിൽക്കും നിങ്ങളെ, വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളെ. ഈ ഒരു ഫംഗ്ഷൻ ഇത് പറഞ്ഞു. ഇനി ഇങ്ങനെയല്ലാതെ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ പോയി ഇൻക്രീസ് ചെയ്തുകൊണ്ടേ നിൽക്കാം. എന്താകുന്നില്ല, ഡിക്രീസിങ് ലെവലിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇവിടെ f(x) = 0 ആണെന്ന് വിചാരിക്കും. f(x) = 0 ആണെന്ന് വിചാരിക്കും. അപ്പം ആ ഫംഗ്ഷൻ അത് ക്രിട്ടിക്കൽ പോയിന്റ്. മക്കളെ അത് ക്രിട്ടിക്കൽ പോയിന്റ്, അത് ഇൻഫ്ലക്ഷൻ പോയിന്റ്, സാച്ചുറേഷൻ പോയിന്റ് എന്നൊക്കെ പറയും. പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് എന്താക്കില്ല, ഡീപ്പായിട്ട് പഠിക്കാനും കാര്യങ്ങളൊന്നുമില്ല. സോ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അതായത് ക്രിട്ടിക്കൽ പോയിന്റ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്താവും, ഇൻക്രീസിങ് ലെവലിൽ നിന്ന് ഡിക്രീസിങ് ലെവലിലേക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരും. ഇനി ഈ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്ന സംഭവം, ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് f(x) = 0 ആയിട്ട് മാത്രമാണോ? ഒരിക്കലല്ല മക്കളെ. f(x) നോട്ട് ഡിഫൈൻഡ് ആയ സ്ഥലത്തും ക്രിട്ടിക്കൽ പോയിന്റ് ആണെന്ന് പറയും. f(x) നോട്ട് ഡിഫൈൻഡ് ആയ പോയിന്റും ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ f(x) = 0 ആയ പോയിന്റും അതേപോലെ f(x) നോട്ട് ഡിഫൈൻഡ് ആയ പോയിന്റും ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ക്രിട്ടിക്കൽ പോയിന്റ് അറിഞ്ഞിരിക്കൽ നിർബന്ധം. ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും കണ്ടുപിടിക്കാൻ നമുക്ക് ചോദിക്കുന്ന നേരം അതേപോലെ മാക്സിമം ആൻഡ് മിനിമം ഒക്കെ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് ആവശ്യമുണ്ട്. സോ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ f(x) = 0 ആയത് അല്ലെങ്കിൽ f(x) നോട്ട് ഡിഫൈൻഡ് ആയത്. ഇനി നമുക്ക് എന്താക്കാം കണ്ടുപിടിക്കാനുള്ള ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ എന്ന് നോക്കാൻ. f(x) > 0 ആണെങ്കിൽ ദാറ്റ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. ഇനി f(x) > 0 ആണെങ്കിൽ ദാറ്റ് ഈസ് ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് അല്ലെങ്കിൽ നോൺ ഡിക്രീസിങ് എന്ന് വിളിക്കും. ഇൻക്രീസിങ് ഓർ നോൺ ഡിക്രീസിങ്, അത് << അത് നമ്മളെന്താക്കുക, അത് യൂസ് ചെയ്യാറില്ല. നമ്മൾ ഒന്നെങ്കിൽ f(x) > 0 ദാറ്റ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് അല്ലെങ്കിൽ ഇൻക്രീസിങ് ഓക്കെ ആണ്. ഇനി അതേപോലെ തന്നെ f(x) << 0 ആണെങ്കിൽ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ്. ഇനി f(x) << 0 ആണെങ്കിൽ ദാറ്റ് ഈസ് ഡിക്രീസിങ് അല്ലെങ്കിൽ നോൺ ഇൻക്രീസിങ് എന്നും പറയാം. ഇനി അതാണ് നോക്കുക ക്രിട്ടിക്കൽ പോയിന്റ് f(x) = 0 ആയ പോയിന്റ്. ഇനി ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരിക, ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ആയിട്ടുള്ള പോയിന്റ്സ് കണ്ടുപിടിക്കുക. ഐ മീൻസ് ദാറ്റ് അല്ല, ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് ഇൻക്രീസിങ് ആണെന്ന് കാണിക്കാം, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് കാണിക്കാം. അതിനെന്താക്കിയാൽ മതി, ആ ഫംഗ്ഷൻ്റെ f(x) കണ്ടുപിടിക്കാം. ആ ഫംഗ്ഷൻ്റെ f(x) കണ്ടുപിടിച്ചതിന് ശേഷം അതെന്താണ് << 0 ആണെന്ന് കാണിച്ചാൽ മതി. അത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. അല്ല ഡിക്രീസിങ് ആണെന്ന് കാണിക്കണം, <<0 എന്ന് കാണിച്ചാൽ മതി. കോമൺലി ഇൻക്രീസിങ് ആണെന്ന് കാണിക്കുക. ഇനി ഈ ഭാഗത്ത് നിന്ന് വരാനുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങുമായ ഇന്റർവെൽസ് കണ്ടുപിടിക്കാൻ. അങ്ങനെ ഒരു ഫംഗ്ഷൻ നിങ്ങൾ തന്നു കഴിഞ്ഞാൽ f(x) തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് അതിന്റെ f(x) കാണാം. f(x) കണ്ടതിന് ശേഷം f(= 0 ആയ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കാം. f(x) = 0 ആയ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാം. f(x) = 0 ആയ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിച്ചതിന് ശേഷം എന്താ ചെയ്യാം, f(x) = 0 ആയ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടതിന് ശേഷം ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് എന്താ, ഇതിനെ രണ്ടായിട്ട് കട്ട് ചെയ്യുക. അതായത് എനിക്കൊരു ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി. ക്രിട്ടിക്കൽ പോയിന്റ് ഇപ്പോൾ ഒരു 2 കിട്ടിയിട്ടുണ്ടെങ്കിൽ
ആ ഒരു 2 വെച്ചിട്ട് എന്താക്കുക ഞാൻ എന്താക്കുക ഈ ഫംഗ്ഷനെ കട്ട് ചെയ്യുക -∞ to 2 ഈ ഒരു രണ്ടാണ് ഞാൻ -∞ to ആണെങ്കിൽ 2 ആണ് ക്രിട്ടിക്കൽ പോയിന്റ് -∞ to 2 to ∞ എന്നിട്ട് -∞ 2 ഇടയിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ എനി വാല്യൂ ഇപ്പോൾ -10 -3 അല്ലെങ്കിൽ 1 0 ഏത് വാല്യൂ ഏതെങ്കിലും ഒരു വാല്യൂ നമ്മൾ കൊടുക്കുക നമുക്ക് ഓൾറെഡി കിട്ടി f' ഇല്ലേ അതിൽ കൊടുക്കുക അതിൽ എക്സിന് പകരം ആ ഒരു പോയിന്റ് കൊടുക്കുക അന്നേരം f' ആ പോയിന്റ് >0 ആണെങ്കിൽ ആ ഇൻ്റർവെല്ലായിരിക്കും ആ ഫംഗ്ഷൻ ഇൻക്രീസിങ് ഇനി <0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഡിക്രീസിങ് ആ ഇൻ്റർവെല്ലായിരിക്കും ഇങ്ങനെയാണ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് എടുക്കുക അതേപോലെ തന്നെ ഇതിൻ്റെ നോക്കുക അപ്പം നമുക്ക് തിരും ഒരു ഇൻ്റർവെൽ എന്തായാലും ഇൻക്രീസിങ് ആയിരിക്കും ഒരു ഇൻ്റർവെൽ എന്തായാലും ഡിക്രീസിങ് ആയിരിക്കും അങ്ങനെ കണ്ടുപിടിച്ചാൽ മതി ഇടയിലുള്ള ഒരു പോയിന്റ് എടുക്കുക അതിൽ f' കൊണ്ടേക്ക് അപ്ലൈ ചെയ്യാം അല്ല ഇതാണ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ പഠിക്കുന്നത് ഇനി അടുത്താണ് മക്കളെ മാക്സിമം ആൻഡ് മിനിമം കാര്യത്തിൽ നിങ്ങൾ ഫസ്റ്റ് ഞാൻ ഒരു കാര്യം പറയാം എല്ലാ ഫംഗ്ഷനും മിനിമം വാല്യൂ മാക്സിമം വാല്യൂ ഉണ്ടായിക്കൊള്ളുന്നില്ല ഒരു ഫംഗ്ഷൻ ചിലപ്പോൾ മിനിമം വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ ചില ഫംഗ്ഷൻ മാക്സിമം വാല്യൂ ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ എന്ന് ഒരു ചില പേര് കൂടി വരുന്നുണ്ട് അതാണ് ഇവൻ്റെ മെയിൻ പേര് ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ സോ ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ എല്ലാത്തിനും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ചിലതിനൊക്കെ മാക്സിമം മാത്രമേ ഉണ്ടാവുള്ളൂ ചിലതിനൊക്കെ മിനിമം മാത്രമേ ഉണ്ടാവുള്ളൂ ചിലതിന് രണ്ടും ഉണ്ടാകും അപ്പോൾ എന്താണ് ഒരു മാക്സിമം വാല്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് പോകും ഒരു സ്ഥലത്ത് എന്താ അതൊന്ന് ഡിക്രീസിങ് ലെവലിലേക്ക് പോയി അപ്പോൾ ഇവിടെ എന്തായിരിക്കും നമ്മുടെ f' ഈക്വൽ ടു 0 ആയിരിക്കും ദാറ്റ് ഈസ് എ ക്രിട്ടിക്കൽ പോയിന്റ് ആണ് നമ്മുടെ CP എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ പോയിന്റ് ആണ് അവിടെയാണ് നമ്മുടെ ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ ഉണ്ടാകുക f' ഈക്വൽ ടു 0 ആകുന്ന ആ ക്രിട്ടിക്കൽ പോയിന്റിലായിരിക്കും നമ്മുടെ ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ വാല്യൂസ് ഉണ്ടാവുക അപ്പോൾ ഈ f' ഈക്വൽ ടു 0 ആകുന്ന പോയിന്റിലാണ് ലോക്കൽ മിനിമ ലോക്കൽ മാക്സിമ ഉണ്ടാകുമെന്ന് പറഞ്ഞത് അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് കൂടി നമ്മൾ നോക്കണ്ടേ പറഞ്ഞുതരാം അതിനു മുമ്പ് ലോക്കൽ മിനിമ കൂടി പറയട്ടെ അപ്പോൾ ലോക്കൽ മിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഡിക്രീസിങ് ലെവൽ വന്ന ഇതാ ഈ ഒരു പോയിന്റ് അല്ലേ അപ്പോൾ ഇതായിരിക്കും f' ഈക്വൽ ടു 0 ആകുന്ന നമ്മുടെ ക്രിട്ടിക്കൽ ആണല്ലോ ക്രിട്ടിക്കൽ പോയിന്റ് അവിടെ ആയിരിക്കും നമ്മളെ ലോക്കൽ മിനിമ പോയിന്റ് അത് തന്നെ ലോക്കൽ മാക്സിമ ഇനി നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇനി നമ്മൾ പറഞ്ഞു f' ഈക്വൽ ടു 0 ആയ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാം എന്നിട്ട് നിങ്ങൾ f" കണ്ടുപിടിക്കാം അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആയ പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിക്കും ക്രിട്ടിക്കൽ പോയിന്റ്സ് ഇവിടുന്ന് കണ്ടുപിടിക്കാം ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കുക ആ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിച്ചതിന് ശേഷം f" കണ്ടുപിടിക്കാം f" കണ്ടുപിടിച്ച ശേഷം എക്സിന് പകരം അവിടെ എന്ത് കൊടുക്കുക എക്സിന് പകരം നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് കൊടുക്കുക എക്സിന് പകരം ക്രിട്ടിക്കൽ പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് <0 ആണെങ്കിൽ അവിടെ ആ ഒരു പോയിന്റിലായിരിക്കും മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുക ആ ക്രിട്ടിക്കൽ പോയിന്റിലായിരിക്കും നമ്മുടെ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുക ഇനി f" ക്രിട്ടിക്കൽ പോയിന്റ് കൊടുത്ത് അവിടെ >0 ആണ് കിട്ടുന്നത് >0 ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ ആയിരിക്കും നമ്മുടെ മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുക <0 ആണെങ്കിൽ മാക്സിമം ആണ് >0 ആണെങ്കിൽ മിനിമം ആണ് ഓർത്ത് വെക്കണേ നേരത്തെ കേസിൽ f' >0 ആകുമ്പോൾ ഇൻക്രീസിങ് ആണ് ഇവിടെ f" ക്രിട്ടിക്കൽ പോയിന്റ് >0 ആകുമ്പോൾ മിനിമം വാല്യൂ ആണ് അതേപോലെ തന്നെ f" ക്രിട്ടിക്കൽ പോയിന്റ് <0 ആകുമ്പോൾ മാക്സിമം വാല്യൂ ആണ് ഇനി മാക്സിമം വാല്യൂ മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പോയിന്റ്സ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത് ഇനി എന്ത് കണ്ടുപിടിക്കണം മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കണ്ടുപിടിക്കണം ആ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മളിവിടെ f' ക്രിട്ടിക്കൽ പോയിന്റ് കൊടുത്ത് <0 ആകുമ്പോൾ നമ്മൾ പറഞ്ഞു മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുക ആ പോയിന്റിലാണ് ആ പോയിന്റ് നമ്മൾ f കൊണ്ടുപോയി കൊടുക്കുക f പകരം ആ പോയിന്റ് കൊണ്ടുപോയി കൊടുക്കുക നമ്മൾ കണ്ടുപിടിച്ച പോയിന്റ് നമ്മളത് ഒരു ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടു അതിന് ഞാൻ f'(x) പകരം ആ ക്രിട്ടിക്കൽ പോയിന്റ് ആഡ് ചെയ്തു ഇപ്പോൾ 2 ആണ് എൻ്റെ പോയിന്റ് എന്നായിരിക്കും 2 ആണ് എൻ്റെ പോയിന്റ് അപ്പോൾ ഞാൻ f' എന്ത് കൊടുത്തു 2 കൊടുത്ത ടൈമിൽ അത് >0 ഒന്നായിരിക്കും അപ്പോൾ എന്താണ് >0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് മിനിമം വാല്യൂ ആണ് അങ്ങനെയാണെങ്കിൽ ഈ 2 കൊണ്ടുപോയിട്ട് f(2) കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു വാല്യൂ കിട്ടുമല്ലോ അതാണ് എൻ്റെ മിനിമം വാല്യൂ ഇനി നിങ്ങൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് അല്ലേ 2 ക്രിട്ടിക്കൽ പോയിന്റ് ചിലപ്പോൾ 3 ക്രിട്ടിക്കൽ പോയിന്റ് ഒക്കെ ഉണ്ടാവും കാരണം ക്രിട്ടിക്കൽ പോയിന്റ് നോട്ട് ഡിഫൈൻഡ് ആയത് അതായത് f' ഈക്വൽ ടു 0 ആയതും നോട്ട് ഡിഫൈൻഡ് ആയ പോയിന്റ്സ് എന്താണ് ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ് സോ 2 3 ഉണ്ടാകും സോ നമുക്കത് ചെക്ക് ചെയ്താൽ മതി മിനിമം വാല്യൂ മാക്സിമം വാല്യൂ ഉണ്ടാകും ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഉള്ളെങ്കിൽ അതിനൊരു ഒറ്റ മിനിമം വാല്യൂ അല്ല മാക്സിമം വാല്യൂ ഉണ്ടാകും അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷനും മിനിമം വാല്യൂ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ f' ഈക്വൽ ടു 0 ആകുന്നത് ഇൻക്രീസിംഗ് ആണ് f' <0 ആകുന്നത് ഡിക്രീസിംഗ് ആണ് ഇവിടെ വരുമ്പോൾ f' ക്രിട്ടിക്കൽ പോയിന്റ് <0 ആകുമ്പോൾ അത് മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പോയിന്റ് ആണ് ആ പോയിന്റ് എടുത്തിട്ട് f കൊടുത്താലാണ് മാക്സിമം വാല്യൂ കിട്ടും അതേപോലെ തന്നെ മിനിമത്തിലും സോ നിങ്ങൾക്ക് എന്താക്കുക യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു എല്ലാവരും എന്താക്കുക ഇത് കേട്ടതിന് ശേഷം എന്താക്കുക ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് എന്താക്കുക
നല്ലോണം പഠിക്കുക, നല്ല മാർക്ക് നേടുക. സോ എന്തായിരിക്കും ഇതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിനാണെങ്കിൽ 10-12 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 10-12. ഇനി മെയിൻ എക്സാമിനാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് 6-7 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. വളരെ ഈസി ആയിട്ട് പഠിക്കാൻ, അതുപോലെ തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ചാപ്റ്ററാണ്. സോ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എക്സാമിന് വേണ്ടിയിട്ട് ഓൾ ദ ബെസ്റ്റ്.